കടലിനടിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിനടിയിൽ വെച്ചുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ മറ്റൊരു പ്രധാന ദുരന്തത്തിന് കൂടി കാരണമാകാറുണ്ട്. അതാണ് എന്ത്? സുനാമി എന്ന് പറയുന്നത്. അല്ലേ? അതാണ് സുനാമി. മീൻസ് കടലിനടിയിൽ ഈ പറയുന്ന, കടലിന് എന്തായാലും ഒരു അടിത്തട്ടുണ്ട്. ഈ അടിത്തട്ടില് എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരുപാട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനമാണ് കാര്യമായിട്ടും, അല്ലെങ്കിൽ ഭൂകമ്പങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിന് മുകളിലാണല്ലോ ഈ ജലം കിടക്കുന്നത്. ഈ ജലത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ചലിപ്പിക്കും. മീൻസ് അടിയിലൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവുക. ഭൂകമ്പം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം. അഗ്നിപർവ്വതങ്ങള് ജലത്തിനടിയിലുണ്ട്, സമുദ്രത്തിനടിയിലുണ്ട്, അറിയാമല്ലോ. അപ്പൊ അവിടെ പെട്ടെന്ന് സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വേവ്സ് വരും അല്ലേ? ആ വേവ്സ് ഈ ജലത്തെ അതിശക്തമായ രീതിയിൽ ചലിപ്പിക്കാൻ പാകമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോ വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ടാല് ഓടം തള്ളുന്ന കണ്ടിട്ടില്ലേ? റിപ്പിൾസ് ഉണ്ടാവുമല്ലോ. ആ റിപ്പിൾ എപ്പോഴാ വലുതായി വലുതായി വരിക? അതിന്റെ പുറമേക്ക് ദൂരത്തേക്ക് പോകുന്തോറുമാണ് റിപ്പിൾസ് വലുതായിട്ട് വരിക. കാരണം അത്രയും ഭാഗത്തുള്ള ജലത്തെ ഒക്കെ ഇതിനെ സംഭരിച്ച് വലുതാക്കി വരും. അത്തരത്തില് ഒരുപാട് തിരമാലകളുടെ ഒരു കൂട്ടമാണ് എന്ത് പറയുന്നത്. ശരിക്കും ഒരു 10-ലധികം തിരമാലകളുടെ കൂട്ടം ഒരുമിച്ച് വരുന്നതാണ്, ഒരുമിച്ച് കൂടി വലുതായി വരുന്നതാണ് എന്ത്? സുനാമി എന്ന് പറയുന്നത്. ഭീമൻ തിരമാലകളാകുന്നത് കേട്ടോ. അത്തരത്തിൽ ഈ പറയുന്ന ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ മൂലം ജലത്തിനുണ്ടാവുന്ന ചലനം അത് പിന്നെ തിരമാലകളെ ബാധിച്ച് ആ തിരമാലകൾ കൂട്ടം കൂടി വലുതായി കരഭാഗത്തേക്ക് എത്തുന്നതാണ് സുനാമി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു തിരമാലകളുടെ കൂട്ടമാണെങ്കിൽ ശ്രേണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുനാമിനെ നമ്മൾ എന്തുകൂടി പറയുന്നുണ്ട്? സുനാമി വേവ് ട്രെയിൻ എന്നുകൂടി പറയും. എന്താ പറയാ? സുനാമി വേവ് ട്രെയിൻ. ട്രെയിൻ പോലെ സുനാമി വേവ് ട്രെയിൻ എന്നുകൂടി സുനാമിയെ നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സുനാമി ഉണ്ടായ വർഷം എന്ന് പറഞ്ഞേ, ഇന്ത്യയില് സുമാത്ര ദ്വീപിലും ഇന്ത്യയിലും ഒക്കെ വൻതോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സുനാമി ഉണ്ടായ കാലഘട്ടം ഓർമ്മ ഉണ്ടാവുമല്ലോ. 2004 കേട്ടോ. 2004 ഇന്ത്യയിൽ എന്തുണ്ടായത്? സുനാമി ഉണ്ടായത് എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കാം. ഓക്കെ. പിന്നെ അതുപോലുള്ള ഒന്നാണ് എന്ത്? സൈക്ലോൺസ്, ചക്രവാതങ്ങൾ. ചക്രവാതം, പ്രതിചക്രവാതം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് സംഗതികളുണ്ട്. ഈ ചക്രവാതം എന്നൊക്കെ പറയുന്ന അതിനെ കുറിച്ച് കാര്യമായിട്ട് പറയാൻ ഇപ്പൊ എന്താ? ചക്രവാതം എന്ന് പറയുമ്പോൾ ഇവ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ലാറ്റിറ്റ്യൂഡുകളുണ്ട്, അക്ഷാംശ രേഖകൾ. അതായത് ഭൂമധ്യരേഖയ്ക്ക് ശേഷം മുകളിലോട്ടും താഴോട്ടും, അതായത് വടക്കോട്ടും തെക്കോട്ടും 30 ഡിഗ്രി അക്ഷാംശ രേഖയുടെ ഇടയിലാണ് സൈക്ലോൺസ്, ചക്രവാതങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. എത്രയാ? 30 ഡിഗ്രി നോർത്ത് മുതൽ 30 ഡിഗ്രി സൗത്ത് വരെ. ഈ 30 ഡിഗ്രി നമ്മൾ ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും അല്ലേ? അറിയില്ലടോ? പറയൂ. ആ ഒരു ഏരിയയിലാണ് എന്ത് കൂടുതൽ കാണപ്പെടാൻ ചാൻസ്? ചക്രവാതങ്ങൾ ആണോ? അവിടെയാണ് ഏറ്റവും കൂടുതൽ അതിശക്തമായിട്ട് കാറ്റ് വീശുന്ന മേഖല. 30 ഡിഗ്രിക്ക് ഇടകൾ, ഈ മുകളിലേക്കും താഴേക്കുമുള്ള 30 ഡിഗ്രിന്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ചക്രവാതങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ. അല്ല സോറി, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. മിസ്റ്റേക്ക് അല്ല, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതെങ്ങനെ ശരിയാവുന്നുള്ളത്. ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതറിയെങ്കിൽ ഞാനിപ്പോൾ അത് കറക്റ്റ് ചെയ്ത് തരാം. ഒരാളൊന്ന് പറഞ്ഞു ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന്. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുക എന്തോ ഒരു ഓർമ്മയില്. ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞേ? ഹോൾസ് ലാറ്റിറ്റ്യൂഡ് അതായത് മുമ്പ് കാലത്ത് ഷിപ്പിലൊക്കെ പോകുന്ന സമയത്ത്, പായ്ക്കപ്പലുകളാണല്ലോ, ഈ 30 ഡിഗ്രി അക്ഷാംശ രേഖ എത്തുന്ന സമയത്ത് അവിടെ കാറ്റ് കുറവാണ്. ഓക്കെ. അപ്പൊ ഷിപ്പിന് കനം കൂടിയിട്ടാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അവിടെ ലോഡ് ചെയ്തിരിക്കുന്ന കുതിരകളെയൊക്കെ എടുത്ത് ജലത്തിലിടുമായിരുന്നു, അല്ലെങ്കിൽ സമുദ്രത്തിൽ തള്ളുമായിരുന്നു എന്നൊക്കെ ഒരു കഥ ഉണ്ട്. ഓക്കെ. അതാണെന്ത്?
ഫോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. ഭൂമധ്യരേഖയുടെ അടുത്ത് വരുന്ന സമയത്ത് കാറ്റിന്റെ വേഗത കുറവാണ് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ എന്തോ ഒരു ബോധത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയതാ. ഭൂമധ്യരേഖയോട് അടുത്ത് വരുന്ന സമയത്ത് കാറ്റിന് എന്തുണ്ട്, കാറ്റിന്റെ ശക്തി കുറവാണ്. എന്നാൽ ധ്രുവീയ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ കാറ്റ് കൂടുതലാണ്. അതായത് 30 ഡിഗ്രിക്കും 30 ഡിഗ്രീന്റെ ഇടയ്ക്കും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ 30 ഡിഗ്രികൾക്കിടയിൽ കാറ്റുണ്ട്, അതിശക്തമായിട്ട് തന്നെ കാറ്റ് വീശുന്നുണ്ട്. പക്ഷെ 30 ഡിഗ്രി എന്ന് പറയുന്നിടത്ത് കാറ്റിന്റെ ഒരു സ്വാധീനം കുറവാണെന്ന് വേണം പറഞ്ഞു വെക്കാൻ. ഓക്കെ, ശരിക്കും ചക്രവാതങ്ങൾ കാണപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് 10 മുതൽ 15 ഡിഗ്രി വരെ നോർത്തിലാണ്. എവിടെയാ? 10 മുതൽ 15 ഡിഗ്രി വരെ നോർത്ത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ, ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടതാണ്, എന്തോ ഒരു ആലോചന അങ്ങനെ പോയിപ്പോയത്, അതുകൊണ്ട് ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 10 മുതൽ 15 വരെ ഡിഗ്രി നോർത്തിലാണ് മിക്ക ചക്രവാതങ്ങളും കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ, ഇതൊന്ന് റെസ്പോണ്ട് ചെയ്യും. ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ, മൊത്തം റിലേ വഴി കിടക്കുക. ഹലോ, പറഞ്ഞേ. ഒരു ഡൗട്ട്, എനിക്കൊരു ഡൗട്ട് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ മാഷ്, ഞാൻ സ്റ്റുഡൻറ്, ചോദിക്കട്ടെ. ഈ ഹെമിസ്ഫിയർ ഉണ്ടല്ലോ, ഭൂമിക്ക് മുകളിലേക്കും താഴേക്കും, അതായത് 0 ഡിഗ്രിക്ക് ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്കും താഴേക്കും ഒക്കെ ഒരേപോലെ കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാറ്റ് അതിശക്തമായിട്ട് വീശുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കോ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കോ? അതായത് ഉത്തര ധ്രുവത്തിന്, അതായത് മേലോട്ട് വടക്ക് ഭാഗത്തായിരിക്കോ തെക്ക് ഭാഗത്തായിരിക്കോ? ഏത് ഭാഗത്തായിരിക്കും? സദേൺ പോർഷനിലായിരിക്കും. കാരണം എന്താ? അവിടെ ലാൻഡ് ഏരിയ കുറവാണ്, അല്ലേ? ലാൻഡ് ഏരിയ കുറവാണ് അങ്ങോട്ട് സദേൺ ഭാഗത്തേക്ക്. അതുകൊണ്ട് തന്നെ അവിടെ കാറ്റ് അതിശക്തിയായിട്ട് വീശും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ ഏകദേശം ചുഴലിക്കാറ്റിന്റെ ഒക്കെ വേഗത എന്ന് പറയുന്നത് ഒരു 180 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും കേട്ടോ. 150 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ പ്രദേശങ്ങളിൽ പൊതുവെ ചുഴലിക്കാറ്റ് അടിക്കാറുള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ നോളജിലേക്ക് പറയുന്നു എന്നേ ഉള്ളൂ. ഇതൊന്നും ഇങ്ങനെ കാര്യമായിട്ട് നമ്മുടെ ഈ സെക്ഷനിൽ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ ഇത് എന്താന്ന് വെച്ചാല് ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന സാധനമായിരുന്നു സുനാമി എന്നുള്ളത്. അതുകൊണ്ടാണ് സുനാമിയെ പറഞ്ഞത്. ആ കൂട്ടത്തിൽ കാറ്റ് എന്നുകൂടി പറഞ്ഞ സമയത്ത് ചക്രവാതം കൂടി എടുത്തിട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വെള്ളപ്പൊക്കം എന്നുള്ളത് മനസ്സിലാക്കാം. എന്താ വെള്ളപ്പൊക്കം? 2018 വെള്ളപ്പൊക്കം ഉണ്ടായില്ല അവിടെ? എന്താ സംഭവം? അതായത് ഇപ്പൊ നദി അല്ലെങ്കിൽ ജലാശയങ്ങൾ, ഉപരിതല ജലാശയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയോ? അതായത് നമ്മുടെയൊക്കെ നോർമൽ പ്ലേസുകളിലുള്ള ഉപരിതല ജലാശയങ്ങളാണെന്ത്, നദികൾ, കിണർ തുടങ്ങിയവയൊക്കെ. ഈ ഉപരിതല ജലാശയങ്ങളിൽ കൊള്ളാവുന്നതിലധികം ജലം വന്നു ചേർന്നാൽ എന്ത് സംഭവിക്കും? അതായത് ഉൾക്കൊള്ളാവുന്ന ശേഷിയേക്കാൾ കൂടുതലായിട്ട് ജലം എത്തിയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അത് പുറത്തേക്ക് എടുക്കില്ലേ? സമീപ പ്രദേശങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇത് ഒഴുകും. അങ്ങനെ ഒഴുകുന്ന സ്ഥലങ്ങളാണ് എന്ത്? പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പ്രളയ സമതലങ്ങൾ നമ്മളിപ്പോ ഈ പറയുന്ന ഉത്തര മഹാസമതലം എന്നൊക്കെ പറയുന്നത് പ്രളയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ്. നദികള് ഗതിമാറി ഒഴുകുന്നതോ അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ധാരാളം സെഡിമെന്റേഷൻസ് അടിഞ്ഞു കൂടിയിട്ട് പിന്നീട് ഈ നദി ഇറങ്ങി പോകുന്ന സമയത്ത് അടിഞ്ഞുകൂടിയ വസ്തുക്കളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇപ്പൊ ഫലഭൂഷ്ടമായ മണ്ണാക്കി മാറ്റിയിട്ടുള്ളത്. അതുപോലെ ഒരു ജലാശയത്തിന് ഉൾക്കൊള്ളാവുന്നതിലധികം ജലം എത്തുന്ന സമയത്ത് ഓവർഫ്ലോ ആകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെള്ളപ്പൊക്കം എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പറയുന്നത്. ഈ തീരപ്രദേശത്ത് കൊടുങ്കാറ്റ് ഉണ്ടാവുന്ന സമയത്ത് കടലേറ്റം ഉണ്ടാവും, അല്ലേ?
അതേപോലെ മഞ്ഞുരുകിയാല് മഞ്ഞുരുകുന്ന സമയത്ത് എന്ത് ചെയ്യും? ജലത്തിന്റെ അളവ് വർദ്ധിക്കും. അതും വെള്ളപ്പൊക്കത്തിന് കാരണമാവും. മണ്ണൊലിപ്പ് വെള്ളപ്പൊക്കത്തിന് കാരണമാവും. അതുപോലെ മണ്ണിലേക്ക് ജലം ഇറങ്ങാതിരുന്ന വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മണ്ണിലേക്ക് ജലം ഇറങ്ങാതിരുന്നാല് ഉണ്ടാവും. ചെന്നൈയിലൊക്കെ സംഭവിക്കുന്നതാണ്. വെള്ളം ഒഴിഞ്ഞു പോകാൻ സ്ഥലമില്ല. അതായത് കനത്ത മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഇറങ്ങി പോകാൻ സ്ഥലം വേണ്ടേ? ഇപ്പൊ കോഴിക്കോട് മാവൂർ റോഡ് നല്ല കനത്ത മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിപ്പോയില്ല, അവിടെ കെട്ടിക്കിടക്കും, വെള്ളപ്പൊക്കമാവും. അതുപോലെ തന്നെ നീണ്ടു നിൽക്കുന്ന കനത്ത മഴ, ഫോർ എക്സാമ്പിൾ 2018 അതിശക്തമായ രീതിയിൽ ഒരാഴ്ച നിർത്താതെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മിക്ക സ്ഥലത്ത് എന്താണ്? വെള്ളപ്പൊക്കമാണ്. മണ്ണെടുക്കലും മണല് വാരലും അതുപോലെ അനധികൃതമായിട്ടുള്ള കെട്ടിട നിർമ്മാണങ്ങളും പാടം നികത്തലും ഒക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഒരു രാഷ്ട്രീയ ബാഡ് ആയോഗം ഉണ്ട് കേട്ടോ. ഇത് വെച്ച് രാഷ്ട്രീയ ബാഡ് രാഷ്ട്രീയ ബാഡ് ആയോഗ്. രാഷ്ട്രീയ ബാഡ് ആയോഗ് നമ്മളൊന്ന് എഴുതി വെക്കട്ടോ. അത് അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രളയബാധിത പ്രദേശമായിട്ട് സ്ഥലങ്ങളെ സ്ഥിരീകരിക്കുന്ന കമ്മീഷനാണ് രാഷ്ട്രീയ ബാഡ് ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ ദേശീയ വെള്ളപ്പൊക്ക മിഷൻ എന്ന് കൂടി പറയും. ദേശീയ വെള്ളപ്പൊക്ക മിഷൻ എന്നുകൂടി നമുക്ക് അതിനെന്ത് ചെയ്യും? പറയും. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നദികള് അത് രാഷ്ട്രീയ ബാഡ് ആയോഗ് അല്ലെങ്കിൽ ദേശീയ വെള്ളപ്പൊക്ക കമ്മീഷൻ, ഇതാണ് നമ്മുടെ രാഷ്ട്രീയ ഇന്ത്യയിലെ പ്രദേശങ്ങൾ. ഇപ്പൊ പ്രളയബാധിതമായിട്ടുള്ള പ്രദേശങ്ങളാണെങ്കിൽ അതിനെ സ്ഥിരീകരിക്കാൻ, അതായത് പ്രഖ്യാപിക്കുന്നതൊക്കെ ഈ ഒരു കമ്മീഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പോ പറഞ്ഞത് ഒരു ജലാശയത്തിന് അതിന് ഉൾക്കൊള്ളാവുന്ന ജലത്തിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ, അതായത് അധികരിച്ചാൽ, ഉപരിതല നീരൊഴുക്ക് അധികരിച്ചാൽ അത് സമീപത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, താഴ്ന്ന സമതലങ്ങളിലേക്ക് ഒഴുകുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. എങ്കിൽ കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം, ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് ഓർമ്മയുണ്ടോ? ഇതൊരു PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം എന്താണ്? പറയാൻ പറ്റുമോ? വെള്ളപ്പൊക്കമാണോ? കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം, അതാണെന്ത്? മലവെള്ളപ്പാച്ചിൽ കേട്ടോ. മലവെള്ളപ്പാച്ചിലല്ല, മലവെള്ളപ്പാച്ചിൽ. ഓക്കെ, മലവെള്ളപ്പാച്ചിലാണ് അത്. കേരളത്തില് പ്രളയം ഉണ്ടായ വർഷം അറിയാലോ, 2018 ഓഗസ്റ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. എങ്കിൽ ഈ ഭൂകമ്പ ലഘൂകരണ മാർഗങ്ങൾ പറഞ്ഞതുപോലെ വെള്ളപ്പൊക്ക ലഘൂകരണ മാർഗങ്ങൾ നോക്കാം. ദുരന്ത നിവാരണമാണല്ലോ നമ്മുടെ വിഷയം.
അതായത് പുഴയോട് ചേർന്ന പ്രദേശത്ത് വീടോ കെട്ടിടങ്ങളോ നിർമ്മിക്കാതിരിക്കുക. അന്നത്തെ കാലത്ത് വാർത്തകളൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും, വീടിന്റെ പകുതിയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ വീട് തന്നെ പൊളിഞ്ഞില്ലാതായി പോകുന്നൊരു അവസ്ഥ, വെള്ളം ഒഴുകിയിട്ട്. വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക. പ്രളയ സാധ്യത പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ തയ്യാറാക്കുക. പ്രളയ ഗേറ്റുകൾ നിർമ്മിക്കുക. നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക. നദീതീരങ്ങളിൽ, അതായത് വെള്ളം ഓവറായിട്ട് കയറാതിരിക്കാൻ പ്രളയജല സംഭരണ തടാകങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതൊക്കെയാണ് എന്ത്, ഈ വെള്ളപ്പൊക്കം ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ. അതായത് പുഴയോട് ചേർന്ന പ്രദേശത്ത് വീടോ കെട്ടിടങ്ങളോ നിർമ്മിക്കാതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, പ്രളയ സാധ്യത പ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ രൂപീകരിക്കുക, പ്രളയ ഗേറ്റുകൾ നിർമ്മിക്കുക, നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ പ്രളയജല സംഭരണ തടാകങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. നെറ്റ്വർക്ക് പോയിരുന്നോ? കേൾക്കുന്നുണ്ടോ? ഒരു കണക്റ്റിംഗ് മെസ്സേജ് കാണുന്നുണ്ട്. ഒന്ന് മെസ്സേജ് ചെയ്യണേ കുട്ടികളെ, ഒന്ന് കമന്റ് ചെയ്യണേ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ചെറിയൊരു കണക്റ്റിംഗ് കാണിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും ഓർത്തിരിക്കാം. ഇനി ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എന്ന് പറയുന്നത് വളരെ റാപ്പിഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് അല്ലെ, വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ് എന്ത്, ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അതായത് ഈ അടിപ്പാറ ഉണ്ടല്ലോ, മേൽപ്പാറയല്ല, അടിപ്പാറ, മണ്ണിനടിയിലുള്ള അടിപ്പാറ പെട്ടെന്ന് തെന്നി നീങ്ങുന്ന പ്രതിഭാസത്തെ ഉരുൾപൊട്ടൽ എന്ന് വിളിക്കാം. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാല്ലേ, വലിയ വലിയ പാറകളാണ് ഇടയ്ക്ക് വരിക, മണ്ണൊലിച്ചു പോകുന്ന, മണ്ണൊലിപ്പ് മാത്രമല്ല, അടിപ്പാറ തെന്നി നീങ്ങുന്ന പ്രതിഭാസമാണ് എന്ത്, ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രദേശത്തിന്റെ ഭൗമഘടന. സ്വാഭാവികമായിട്ടും ആ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്നുള്ളത് അതിനെ ബാധിക്കും. ഭൂരൂപ രൂപീകരണ സഹായികൾ, അതായത് ഈ പറയുന്ന പെട്ടെന്ന് ഒലിച്ചു പോകുന്ന അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത മണ്ണും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഉരുൾപൊട്ടലിന് സാധ്യത കൂടാം. അതുപോലെ തന്നെ മരങ്ങളുടെ വേരൊക്കെ എന്ന് പറയുന്നത് മണ്ണിനൊക്കെ പിടിച്ചു നിർത്തുന്നതാണ്, അറിയാമല്ലോ. അടിപ്പാറ പിന്നെ നീങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും. പിന്നെ ഭൂമിയുടെ ചെരിവ്, സാധാരണ 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിലാണ് എന്ത് കാണുന്നത്, ഉരുൾപൊട്ടൽ സാധ്യത കാണുന്നത് എന്നുള്ളത് ഈ ഒരു സൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഭൂമിയുടെ ചെരിവ് ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഭൂമിയുടെ ചെരിവ് എത്ര ഡിഗ്രി ചെരിവാ? 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്, എന്ത് കാണപ്പെടാൻ സാധ്യത, ഉരുൾപൊട്ടൽ. അതുപോലെ തന്നെ ഭൂവിനിയോഗം, സസ്യാവരണം. സസ്യാവരണം ഞാൻ പറഞ്ഞു, ഈ വേരുകൾക്ക് മണ്ണിനെ താങ്ങി നിർത്താനുള്ള കഴിവുണ്ട്. വലിയ വലിയ മരങ്ങളാകുമ്പോൾ ഒരുപാട് ദൂരേക്ക് അതിന്റെ വേരുകൾ വ്യാപിച്ചു കിടക്കും. അവ ഈ പാറകളെയും മണ്ണിനെയും മണ്ണിനെയൊക്കെ ചെയ്യും, ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പോൾ വനനശീകരണമൊക്കെ ഇതിന് കാരണമാണെന്നുള്ളത് ഇതിനിടെ കൂടെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മനുഷ്യന്റെ ഇടപെടൽ, കോറി നിർമ്മാണമൊക്കെ ഉരുൾപൊട്ടലിനൊരു ഘടകമാണ്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. പ്രദേശത്തിന്റെ ഘടന, ഭൂരൂപ രൂപീകരണ സഹായികള്, ഭൂമിയുടെ ചെരിവ്, ഭൂവിനിയോഗം, സസ്യാവരണം, മനുഷ്യന്റെ ഇടപെടൽ, ഇതൊക്കെയാണ് എന്തിന് കാരണമാകാവുന്നത്, ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇതിനെ എങ്ങനെ കുറയ്ക്കാം? കുന്നിൻ ചെരിവുകളെ തട്ടാക്കി ചെരിവിന്റെ അളവ് കുറയ്ക്കാം. ചെരിവ് നമ്മൾ 20 ഡിഗ്രി കൂടുതലായാൽ പ്രശ്നമാണെന്ന് അവിടെ പറയുന്നു. അപ്പൊ 20 ഡിഗ്രി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തട്ടാക്കാം. ഓക്കെ, തട്ടുകളാക്കി തിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ചെരിവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ലേ, മലകളിലൊക്കെ തട്ടായിട്ടാണ് പറമ്പുകൾ ഉണ്ടാവുക. അത് അങ്ങനെ രൂപീകരിക്കുന്നതാണ്, അല്ലാതെ ഒരു കുന്നുണ്ടാവുന്ന സമയത്ത് ആദ്യം തട്ടൊന്നുമല്ല. മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനൊരു കാരണമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ സ്ലൈഡിൽ ഉണ്ടായിരുന്നു, മനുഷ്യന്റെ ഇടപെടൽ കണ്ടോ. മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. വനവൽക്കരണ പദ്ധതി വ്യാപകമാക്കുക.
ഒന്നുമില്ല കുട്ടികളെ, ഈ സംഭവം കണ്ടോ? ഇവിടെ നമ്മള് ഭൗമഘടന, ഭൂമിയുടെ ചെരിവ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? തട്ടുകളാക്കി ചേരിച്ച് അളവ് കുറയ്ക്കുക. മനുഷ്യന്റെ ഇടപെടൽ പറഞ്ഞു, ഭൂവിനിയോഗം പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മലപ്രദേശങ്ങളിലെ സ്വാഭാവിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. സസ്യാവരണം ഘടകമാണെന്ന് പറഞ്ഞു. വനവൽക്കരണ പദ്ധതി വ്യാപകമാക്കുക. അതുപോലെ ജലത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ തടയണകൾ നിർമ്മിക്കുക. ജൂമിങ് കൃഷി, വെട്ടിച്ചുട്ട് കൃഷി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ തട്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുക. തട്ടുകളാക്കി തിരിച്ച് തട്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ തട്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് എന്താവും? കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി മാറ്റുകയും ചെയ്യും. സസ്യാവരണവും അവിടെ കൂട്ടും എന്നുള്ളത് എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറഞ്ഞ് ഇത് മനസ്സിലാക്കി പോകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആണോ? ഗാന്ധിയമായിട്ട് ഇരുന്ന് ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കേട്ടാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലോജിക്കലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ ഇത് തന്നെയാണെന്ന് മനസ്സിലാവും. അത്രയേ ഉള്ളൂ ഈ വിഷയം. ഭയങ്കര റിസ്ക് സാധനമൊന്നുമല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇതിങ്ങനെ കാണാതെ പഠിച്ച് ബുദ്ധിമുട്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് എന്ത്? അഗ്നിപർവ്വത ദുരന്തത്തിന്റെ ലഘൂകരണ മാർഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത്? അഗ്നിപർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മടക്ക് കൺവേർജൻസ് സോണില്, അതായത് കൂട്ടിയിട്ടിയുടെ ഫലമായിട്ട്, ഫലകങ്ങൾ കൂട്ടിയിരിക്കുന്നതിന്റെ ഫലമായിട്ട് ഉയർന്നു പോകുന്ന മലകളൊക്കെയാണ് ഈ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ചില പർവ്വതങ്ങൾക്ക് എന്തുണ്ടാവും? ഗ്യാപ്പ് ഉണ്ടാവും. അതിനൊരു മൗത്ത് ഉണ്ടാവും. മൗത്ത് എന്ന് പറഞ്ഞാൽ വായല്ലേ, അതുണ്ടാവും. അതായത് ഒരു തുറന്ന സുഷിര ഭാഗം ഉണ്ടാകും, അല്ലെങ്കിൽ എന്താവും? ഒരു സുഷിരം ഉണ്ടാകും എന്ന് പഠിച്ചു വെക്കുക. ഭൂമിക്ക് അടിയിലുള്ള മാഗ്മ അറിയാലോ. മാഗ്മ എന്താണെന്നുള്ളത്? ഭൂമിക്ക് അടിയിൽ തികച്ചുമറിയുന്ന ദ്രാവകമാണെന്ത്? മാഗ്മ എന്ന് പറയുന്നത്. ഇത്തരം മാഗ്മകള് ഈ സുഷിരങ്ങളിലൂടെ, അഥവാ അഗ്നിപർവ്വത രന്ധ്രം എന്ന് പറയും. അഗ്നിപർവ്വത രന്ധ്രം ഇതിലെ പുറത്തു വരുമ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത്. പർവ്വതങ്ങളുടെ സുഷിരങ്ങളിലൂടെ ഭൂമിക്ക് അടിയിലുള്ള മാഗ്മ തണുത്തുറയാതെ ആ ഒരു നല്ല ഫോഴ്സിൽ ശക്തിയായിട്ട് ഭൂമിക്ക് പുറത്തേക്ക് എത്തുന്ന പ്രതിഭാസമാണെന്ത്? അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നത്. ഭൂമിക്ക് അടിയിലായിരിക്കുന്ന സമയത്ത് ആ ദ്രാവകത്തെ മാഗ്മ എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെന്താ വിളിക്കുക? കമന്റ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കും? എന്ത് വിളിക്കും? എന്ത് വിളിക്കടോ? ലാവ എന്ന് പറയും. ഓക്കെ. ഈ ലാവയുടെ ശരാശരി താപനില എന്ന് പറയുന്നത് 700 ഡിഗ്രി സെൽഷ്യസ് ടു 1200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഹീറ്റ് 700 ഡിഗ്രി സെൽഷ്യസിനും 1200 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് എന്ത്? ലാവയുടെ താപനില എന്ന് പറയുന്നത്. ഇനി അതിന്റെ സ്പീഡ് ചോദിച്ചാൽ ഏകദേശം 64 km/h ആണ് കേട്ടോ ഒഴുക്കിന്റെ. ഇതൊക്കെ ഒരു ഓരോ അഗ്നിപർവ്വതത്തെയും അതിന്റെ സ്വഭാവത്തെയൊക്കെ ആശ്രയിച്ചിരിക്കും സ്പീഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു ആവറേജ് കേസിൽ പറയുമ്പോൾ ഒരു 64 km/h ആണ് എന്തോ ലാവയുടെ ഒഴുക്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിനെ ലഘൂകരിക്കാനുള്ള മാർഗങ്ങളാണ് എന്ത്? അഗ്നിപർവ്വത ദുരന്ത ഭൂപടം തയ്യാറാക്കൽ. അതുവഴി ജനങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? ബോധവൽക്കരിക്കാൻ പറ്റും അല്ലെ? സ്ഫോടനത്തിന് മുൻപേ ജനങ്ങളെ ഒഴിപ്പിക്കുക. നമുക്കിപ്പോ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് സുലഭമാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളെ ഒഴിപ്പിക്കാൻ പറ്റും അല്ലേ?
കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിൽ അടിഞ്ഞുകൂടുന്ന ടെഫ്ര പോലുള്ള വസ്തുക്കളെ സമയബന്ധിതമായിട്ട് നീക്കം ചെയ്യുക. കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിൽ അടിഞ്ഞുകൂടുന്ന ടെഫ്ര പോലുള്ള വസ്തുക്കളെ സമയബന്ധിതമായിട്ട് നീക്കം ചെയ്താലും അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഒരു അപകട സാധ്യത കുറയ്ക്കാൻ വേണ്ടി പറ്റും. അല്ലേ? ടെഫ്രാസ് ഒക്കെ റിമൂവ് ചെയ്താൽ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനം സംഭവിച്ചതിന് ശേഷമുള്ള കാര്യമാണ്. അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാഷ്വാലിറ്റി കുറയ്ക്കാൻ പറ്റും. ശ്വസന സഹായികൾ ധരിക്കുക. കാരണം അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന പ്രദേശത്തെ വായു മലിനീകരണപ്പെട്ടതായിരിക്കും. അതിനകത്ത് ഈ ടെഫ്ര പോലുള്ള സംഗതികൾ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ 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 എന്താണ് ഹാനികരമാണ്. നനഞ്ഞ തുണി കൊണ്ട് മൂക്കും വായും മൂടുക എന്ന് കരുതി ചെറിയ കുട്ടികളെ മൂക്കും വായും മൂടാൻ പോകരുത്. നനഞ്ഞ തുണികൾ കൊണ്ട് മൂക്കും വായും മൂടുക എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു മാർഗങ്ങളാണെന്നുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? അഗ്നിപർവ്വത ദുരന്തം ഭൂപടം തയ്യാറാക്കല് സ്ഫോടനത്തിന് മുമ്പ് നീക്കം ചെയ്യാം, ശ്വസന സഹായികൾ ഉപയോഗിക്കാം, നനഞ്ഞ തുണി കൊണ്ട് മൂക്കും വായും മൂടാം. ഇതൊക്കെ ഇതിന്റെ മാർഗങ്ങളാണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കി വെച്ച് പോയാൽ മതി കേട്ടോ. സംശയം ഉണ്ടോ ഇതിനകത്ത്? ഇല്ലല്ലോ? ഉണ്ടോ? പെട്ടെന്ന് പറ. നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പോവാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ടെഫ്രയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇനി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രധാന ദുരന്തങ്ങൾ നോക്കാം. ഇപ്പൊ ഗുജറാത്ത് ഭൂകമ്പമൊക്കെ പണ്ട് സ്ഥിരമായിട്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ കാണാമായിരുന്നു. ഗുജറാത്ത് ഭൂകമ്പം 2001, ലത്തൂർ ഭൂകമ്പം ചോദിച്ചിട്ടൊക്കെ ഉണ്ട് മുമ്പ്. ലത്തൂർ ഭൂകമ്പം 93 കേട്ടോ. 1993 ലത്തൂർ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. ഒഡീഷയിലെ ചുഴലിക്കാറ്റുണ്ടായിരുന്നത് 99. ഗുജറാത്ത് ഭൂകമ്പം 2001. സുനാമി നേരത്തെ നമ്മൾ പറഞ്ഞു 2004. 2007 ബീഹാറിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. 2007 ബീഹാറിലെ വെള്ളപ്പൊക്കം. ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കം 2013 അതിനുശേഷം വന്നിട്ടുണ്ട് കേട്ടോ. ഉത്തരാഖണ്ഡില് എന്താ പറയാ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്ത്. ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കം 2013, കാശ്മീർ വെള്ളപ്പൊക്കം 2014, ആന്ധ്രാപ്രദേശിലെ കൊടുങ്കാറ്റ് 2014, അതുപോലെ കേരളത്തിലെ പ്രളയം, ഇതാണ് ഇമ്പോർട്ടന്റ്, 2018. ഇതില് ലത്തൂർ ഭൂകമ്പം 93, ഗുജറാത്ത് ഭൂകമ്പം 2001, സുനാമി 2004, ഉത്തരാഖണ്ഡ് 2013, കേരള പ്രളയം 2018 എന്നിവ നിർബന്ധമായിട്ടും ഓർത്തിരിക്കാം. ഓക്കെ, കേരളത്തിലെ പ്രളയം 2018 എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അവിടെ ഓർത്തിരിക്കാം. ഓക്കെ, ശരി. ഇനി നോക്കാം എന്താണ് വിപത്ത് എന്നുള്ളത് നോക്കാം. വിപത്ത് എന്താണ്? വിപത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹിക സാമ്പത്തിക മേഖലകൾക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് വിപത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉദ്ദേശിച്ച സാധനം അല്ല അല്ലേ? ജീവജാലങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വസ്തുവകകൾക്കും സേവനങ്ങൾക്കും പരിസ്ഥിതിക്കും സാമൂഹിക സാമ്പത്തിക മേഖലകൾക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ് എന്ത്? വിപത്ത് എന്ന് പറയുന്നത്. ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യമാണ് അത്യാഹിതം. അത്യാഹിതം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡില് വേറെന്തോ ഡെഫിനേഷൻ ആണല്ലേ? അതെനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ? അത്യാഹിതം സംഭവിച്ചു എന്നൊക്കെയല്ലേ നമ്മൾ പറയാ. ഒരു അപകട ദുരന്തം വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത്യാഹിതം സംഭവിച്ചു എന്ന് നമ്മൾ പറയല്ലേ? എന്നാൽ അത്യാഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിടാൻ കഴിയുന്ന സാഹചര്യം, ചെറുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ളതാണ് അത്യാഹിതം. മനുഷ്യന്റെ ഇടപെടൽ മൂലം ലഘൂകരിക്കാനോ ചെറുക്കാനോ ഒഴിവാക്കാനോ കഴിയുന്ന സാഹചര്യത്തെയാണ് നേരിടാൻ കഴിയുന്ന സാഹചര്യത്തെയാണ് എന്ത് പറയുന്നത്? അത്യാഹിതം എന്ന് പറയുന്നത്. എന്റെ കൂടെ പറഞ്ഞു പോണേ മക്കളെ.
നോട്ട് ചെയ്യാനുള്ളത് ഞാൻ നോട്ട് ചെയ്യാൻ പറയും. അത്യാഹിതം എന്ന് പറയുന്നത് ഒരു വിപത്തിനെ ജനങ്ങൾക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയാത്ത സാഹചര്യമാണ് ദുരന്തം. ഓക്കെ, ദുരന്തവും അത്യാഹിതവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒരു വിപത്തിനെ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സാഹചര്യത്തിനെ നമ്മൾ എന്ത് പറയുന്നു? അത്യാഹിതം എന്ന് പറയുന്നു. എന്നാൽ ഫലപ്രദമായിട്ട് നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിന് എന്ത് പറയും? കൂടെ പറഞ്ഞു പോണേ, എന്ത് പറയും? ദുരന്തം എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്താണ് വിപത്ത്, എന്താണ് അത്യാഹിതം, എന്താണ് ദുരന്തം എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ കൂട്ടുകാരൊക്കെ പറയില്ലേ വൻ ദുരന്തമാണ് എന്നുള്ളത്. നമുക്ക് നേരിടാൻ കഴിയൂല, ചെറുക്കാൻ കഴിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എന്ത്? ദുരന്തം. ക്ലിയർ അല്ലടോ? അങ്ങോട്ട് വാ ചോദിക്കട്ടെ. ഷെഹിന, അഞ്ജന ഒക്കെ ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് വിപത്ത്, എന്താണ് അത്യാഹിതം, എന്താണ് ദുരന്തം എന്നുള്ളൊരു ധാരണ കിട്ടിയോ? ഓക്കെ, എങ്കിൽ നോക്കൂ, ഒരു ദുരന്തത്തെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ അതിജീവിക്കാനോ ജനങ്ങൾക്കും സമൂഹത്തിനുമുള്ള കഴിവുകൾ, വിഭവങ്ങൾ, മാർഗങ്ങൾ എന്നിവയാണെന്ത്? കാര്യക്ഷമത എന്ന് പറയുന്നത്. ഇവിടുത്തെ അർത്ഥം ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുരന്തത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കാര്യക്ഷമത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് അതിനെ നേരിടാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ അതിജീവിക്കാനോ ജനങ്ങൾക്കും സമൂഹത്തിനുമുള്ള കഴിവുകളും വിഭവങ്ങളും മാർഗങ്ങളും ഒക്കെയാണെന്ത്? കാര്യക്ഷമത എന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നു അല്ലേ? ലഘൂകരിക്കാൻ ആലോചിച്ച് നോക്കിക്കേ, കൂട്ടായ പ്രവർത്തനമായിരുന്നു അന്ന്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളൊക്കെ. അതൊക്കെ എന്താണ്? കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്നു. നമ്മൾ റെഡിയായി, ക്യാമ്പുകളിലേക്ക് പോയി റെഡിയായി, അതെന്താണ്? കാര്യക്ഷമതയാണ്. നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടി. ഹെലികോപ്റ്റർ സേവനം, കാര്യം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലേ? ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ നേരിടാനും പ്രതിരോധിക്കാനും ലഘൂകരിക്കാനും ഒക്കെ ഉള്ള കഴിവാണ്. അതിനാണ് എന്ത് പറയുന്നത്? കാര്യക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ, ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച്, നമ്മുടെ പക്കൽ ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയും ദുരന്തവേളകളിൽ ഫലപ്രദമായി പ്രതികരിച്ചുകൊണ്ടും ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്ത് ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. കണ്ട് ഞെട്ടൊന്നും വേണ്ട, വായിച്ചപ്പോ കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സ്വാർത്ഥതയില്ലാതെ മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അത്യാഹിത സന്ദർഭങ്ങളിൽ മുൻകൂട്ടി തയ്യാറെടുപ്പൊക്കെ നടത്തി ദുരന്ത വേളകളിൽ ഫലപ്രദമായി പ്രതികരിച്ചുകൊണ്ടും ദുരന്ത മേഖലകളെ യഥാസമയം വീണ്ടെടുത്ത ആഘാതങ്ങളെ ലഘൂകരിക്കാൻ തക്കവണ്ണം നടത്തുന്ന ഫലപ്രദമായ ഇടപെടലുകളെ നമ്മൾ എന്ത് പറയുന്നു? ദുരന്ത നിവാരണം എന്ന് പറയുന്നു. എന്താണ് ദുരന്ത നിവാരണം എന്നുള്ളത് നമ്മൾ എപ്പോഴാ പറയുന്നത്? ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനൊന്ന് പൊലിപ്പിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഈ സംഗതിയാണ് എന്ത് 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 ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. ഓക്കെ, സരിതയെ ഇടയ്ക്കൊന്ന് കാണാതായല്ലോ, ഒന്ന് പോയി വന്നോ? ഇപ്പൊ നമ്മള് വിപത്ത് എന്താണെന്ന് പറഞ്ഞു, അത്യാഹിതം എന്താണെന്ന് പറഞ്ഞു, ദുരന്തം എന്താണെന്ന് പറഞ്ഞു, കാര്യക്ഷമത എന്താണെന്ന് പറഞ്ഞു, ദുരന്ത നിവാരണം എന്നാൽ എന്താണെന്ന് കൂടി നമ്മളിവിടെ പറഞ്ഞു വെച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ?
ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? എങ്കില് നമ്മൾ പറഞ്ഞു അതാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. അപ്പൊ ദുരന്ത നിവാരണത്തിന്റെ ലക്ഷ്യം എന്താണ്? പ്രതിരോധം, ലഘൂകരണം, മുന്നൊരുക്കം എന്നീ പ്രവർത്തനങ്ങളിലൂടെ ദുരന്തത്തിന്റെ ആഘാതങ്ങൾ ലഘൂകരിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ് ദുരന്ത നിവാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. ദുരന്ത പൂർവ്വഘട്ടം, സംഭവിക്കുന്നതിന് മുമ്പ്, അതായത് ദുരന്തം തടയാനുള്ള മുന്നൊരുക്കങ്ങൾ. ഇപ്പൊ ഒരു വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ ചെറുക്കാനുള്ള മുന്നൊരുക്കങ്ങൾ, ഭൂകമ്പ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ ചെറുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ദുരന്ത പൂർവ്വഘട്ടം. സംഭവിച്ചിട്ടില്ല. പിന്നെ ദുരന്ത സമയഘട്ടം എന്ന് വെച്ചാല് ദുരന്തം അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ കേസ് തന്നെ എടുക്കുക, വെള്ളം കയറി, ആ സമയത്ത് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ എന്താണ്? ദുരന്ത സമയഘട്ടത്തിന്റെ ഭാഗമാണ്. അപ്പോ ദുരന്താനന്തര ഘട്ടം എന്താ? അത് കഴിഞ്ഞതിന് ശേഷം. പിന്നെ നമുക്ക് ഒരുപാട് പണികൾ ബാക്കി ഉണ്ടാവും അല്ലെ, ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടാവും, അതൊക്കെ വീണ്ടെടുക്കണം. ഒരുപാട് റിക്കവറീസ് അവിടെ ഉണ്ടാവും. അതിനൊക്കെ വീണ്ടെടുക്കലും ഒക്കെയാണെങ്കിൽ ഈ പറയുന്ന ദുരന്താനന്തര ഘട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പ്രളയോ അല്ലെങ്കിൽ ഒരു മലവെള്ളപ്പാച്ചിലോ ഉരുൾപൊട്ടലോ ഒക്കെ ഉണ്ടായ ഒരു ഏരിയ ഒന്നായിട്ട് പോവാറുണ്ട്. ആ ഒരു സ്ഥലത്തെ വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യല്, ഭൂമിക്കടിയിൽ പെട്ടുപോയവരെ രക്ഷിക്കല്, അതൊക്കെ ഈ ദുരന്താനന്തര ഘട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ? നമ്മുടെ ചുറ്റും നടക്കുന്ന, നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ ഇത് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ദുരന്ത നിവാരണത്തിന് എത്ര ഘട്ടങ്ങളുണ്ട്? 3 ഘട്ടങ്ങളുണ്ട്. ദുരന്ത പൂർവ്വഘട്ടം, സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ. ദുരന്ത സമയഘട്ടം, നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളത്. ദുരന്താനന്തര ഘട്ടം, ദുരന്തം സംഭവിച്ചത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെയാണ് പറയുന്നത് ദുരന്താനന്തര ഘട്ടം എന്ന് പറയുന്നത്. ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങളെയും നമ്മൾ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ പ്രത്യാഘാതങ്ങൾ. അതായത് പ്രാഥമിക പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ വിപത്തുണ്ടാകുന്ന സമയത്ത്, ഈ പറയുന്ന ദുരന്തം സംഭവിക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ പ്രളയ സമയത്ത്, ഭൂകമ്പ സമയത്ത്, ചുഴലിക്കാറ്റിന്റെ സമയത്തൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ദ്വിതീയ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സംഭവിച്ച പ്രാഥമിക പ്രത്യാഘാതങ്ങൾ ഉണ്ടല്ലോ, പ്രളയ സമയത്ത് അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്നു, ചുഴലിക്കാറ്റുണ്ടാകുന്നു, പ്രളയം ഉണ്ടാകുന്നു, ഇതിന്റെ പ്രേരണയാൽ ഉണ്ടാവുന്നത്. അതായത് ഭൂകമ്പത്തെ തുടർന്ന് അഗ്നിബാധ ഉണ്ടാകാം, വൈദ്യുതി നഷ്ടപ്പെടാം, ജലസേവനങ്ങളുടെ തടസ്സപ്പെടൽ ഉണ്ടാവാം അല്ലേ? ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ കരണ്ടും വെളിച്ചവും വെള്ളമൊക്കെ ഉണ്ടാവും? ഇല്ല. തീപിടുത്തം ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. അതൊക്കെയാണ് എന്ത് ദ്വിതീയ പ്രത്യാഘാതങ്ങൾ. പ്രാഥമികത്തിന്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അവയുടെ പ്രേരണയാൽ ഉണ്ടാകുന്നതാണ് ദ്വിതീയ പ്രത്യാഘാതങ്ങൾ. അപ്പൊ തൃതീയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. അതായത് ഒരു ദുരന്തം സംഭവിച്ചാൽ അതിനെ തുടർന്ന് ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആഫ്റ്റർ എഫക്ട്സിനെയാണ് എന്ത് പറയുന്നത്? തൃതീയ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല്, നദി ഗതി മാറി ഒഴുകിയെന്ന് വിചാരിക്കാം. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നദിയിലുള്ള വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. അപ്പൊ മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങില്ലേ, ഒരുപാട് ഏരിയ വെള്ളത്തിൽ മുങ്ങില്ലേ. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ നദി ഗതി മാറി ഒഴുകാം. അത് ഒരുപാട് കാലത്തേക്ക് അങ്ങനെ നടക്കും. ആ ഗതി മാറി ഒഴുകുന്ന സമയത്ത് ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന സകലവും നശിച്ചു പോകും. അവിടുത്തെ ആവാസ വ്യവസ്ഥ നശിച്ചു പോകും. മുൻപ് നദി ഒഴുകിയിരുന്ന പ്രദേശത്തെ ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും അതുപോലെ തന്നെ നശിച്ചു പോകും അല്ലേ? ഒരുപാട് കാലത്തേക്ക് അതിന്റെ ദുരന്തഘട്ടം ഉണ്ടാകും.
അതുപോലെ തന്നെ എന്ത് സംഭവിക്കാം? കൃഷിനാശം അതിൻ്റെ ഒരു ഭാഗമാണല്ലേ. കൃഷിനാശം സംഭവിച്ചേക്കാം ആ കാരണം കൊണ്ട്. അതായത് ആവാസ വ്യവസ്ഥയെ ബാധിക്കാം, നദികളുടെ സ്ഥിരമായിട്ടുള്ള ദിശമാറി ഒഴുകലിന് കാരണമാകാം, കൃഷിനാശത്തിന് കാരണമാകാം. ഇതൊക്കെ എന്താണ്? തൃതീയ പ്രത്യാഘാതങ്ങളുടെ ഉദാഹരണങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ ദുരന്ത നിവാരണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങളെയും നമ്മൾ 3ആക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൽ സംശയമുണ്ടോ? ഈ പറഞ്ഞ കാര്യത്തിൽ സംശയമുണ്ടോ? ഞാൻ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സിംപ്ലി ലോജിക്കലി നമുക്ക് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ദുരന്ത നിവാരണം ലക്ഷ്യമിട്ട് തുടങ്ങിയ ചില നടപടികൾ നോക്കാം. ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ സ്ഥാപനം, അത് സ്ഥാപിച്ചത് എന്തിനായിരിക്കും? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഈസ് ടു റെഡ്യൂസ് ഡിസാസ്റ്റർ, ദുരന്തങ്ങളെ ലഘൂകരിക്കാൻ, പ്രകൃതി ദുരന്തങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിസാസ്റ്ററിനോട് ഉണ്ടാവും, DM എന്നാണ് ഇനി പറയാ. ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്? ആ പേരിൽ തന്നെ വ്യക്തമാണല്ലേ, ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനാണ്. അതുപോലെ 92 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടി ദുരന്ത നിവാരണത്തെ ലക്ഷ്യമിട്ടിരുന്നു. ജപ്പാനിലെ യോക്കോഹാമയിൽ 94 നടന്ന അന്താരാഷ്ട്ര ദുരന്ത നിവാരണ കോൺഫറൻസും ദുരന്ത നിവാരണം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയതാണ്. കോഗോ കോബെ കോൺഫറൻസ് 2005, സെൻഡായ് കോൺഫറൻസ് 2015 എന്നിവ ദുരന്ത നിവാരണം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കിയ നടപടികളാണ് കേട്ടോ. ലിസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇതൊന്ന് എഴുതി വെച്ചേക്ക്, നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. 92 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടി, ജപ്പാനിലെ യോക്കോഹാമയിൽ 94 മെയ്യിൽ നടന്ന അന്താരാഷ്ട്ര ദുരന്ത നിവാരണ കോൺഫറൻസ് ആ പേരിൽ തന്നെ ഉണ്ട്. കോഗോ കോബെ കോൺഫറൻസ് ഓഫ് 2005, സെൻഡായ് കോൺഫറൻസ് ഓഫ് 2015 എന്നിവ എന്താണ്? ദുരന്ത നിവാരണം ലക്ഷ്യമിട്ട് തുടങ്ങിയ നടപടികളാണെന്ന് ഓർത്തിരിക്കാം. സ്ലൈഡ് ഇവിടെ വെക്കണോ? ഡൗൺലോഡബിൾ ആണ്. ഇതൊക്കെ സൈഡിലുള്ളതൊക്കെ ഡൗൺലോഡബിൾ ആണ്. നിങ്ങൾ ഇതിലില്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ എന്ത് പറഞ്ഞു? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് നമ്മളിവിടെ പറഞ്ഞു അല്ലേ. ഇത് സ്ഥാപിതമായത് 95-ലാണ്. 1995-ലാണ് സ്ഥാപിതമാകുന്നത്. പക്ഷെ അന്ന് വേറൊരു പേരാ, നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. NCDM ആണ്. എന്താണ്? NCDM ആണെന്ന് അതിന്റെ പേര്. നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് 1995-ലാണ് സ്ഥാപിതമായത്. NCDM കേട്ടോ. ഇതിനെ 2003-ലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പേര് മാറ്റിയത്. നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് 95-ൽ തുടങ്ങി. അതിനെ 2003-ൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പുനർനാമകരണം ചെയ്തു. ഒഫീഷ്യലായിട്ട് അതിന്റെ ഉദ്ഘാടനം നടന്നത് പക്ഷേ 2004 ഓഗസ്റ്റ് 11-നാണെന്നുള്ളത് ഓർത്തിരിക്കാം കേട്ടോ. 2004 ഓഗസ്റ്റ് 11-നാണ്
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഉദ്ഘാടനം നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം, ആ വർഷം ഓർത്തക്കണേ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വർഷം എത്ര? 2005 പ്രകാരം ദുരന്ത നിവാരണ മേഖലയിലെ മാനവ വിഭവശേഷി വികസനം, ഗവേഷണം, പരിശീലനം, ശേഷി വർദ്ധിപ്പിക്കൽ, ഡോക്യുമെന്റേഷൻ, നയപരമായ വക്താവ് എന്നിവയ്ക്കുള്ള നോഡൽ ഉത്തരവാദിത്തങ്ങൾ NIDM നൽകിയിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങളാണെന്ത്? ദുരന്ത നിവാരണ മേഖലയിലെ മാനവ വിഭവശേഷി വികസനം എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ വിഭവം അവിടെ ഉറപ്പാക്കുക. ആളുകളുണ്ടെന്ന് രക്ഷാപ്രവർത്തനത്തിന്, പിന്നെ അതുപോലെ ഗവേഷണം, പരിശീലനം, ശേഷി വർദ്ധിപ്പിക്കൽ, ഇതിന്റെ ഡോക്യുമെന്റേഷൻ, രേഖയാക്കി വെക്കൽ, നയപരമായ വക്താവ് എന്നിവയ്ക്കുള്ള നോഡൽ ഉത്തരവാദിത്തങ്ങൾ ആർക്കാണുള്ളത്? NIDM എന്നുള്ളത് എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. ക്ലിയർ ആണോ? 95 സംഭവിക്കുന്നത് നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാകുന്നത്. 2003 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേര് മാറ്റി 2004 ഓഗസ്റ്റ് 11 ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്തു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 അത് പ്രകാരമാണ് ദുരന്ത നിവാരണ മേഖലയിലെ മാനവ വിഭവശേഷി വികസനം, ഗവേഷണം, പരിശീലനം, ശേഷി വർദ്ധിപ്പിക്കൽ, ഡോക്യുമെന്റേഷൻ, നയപരമായ വക്താവ് എന്നിവയ്ക്കുള്ള നോഡൽ ഉത്തരവാദിത്തങ്ങൾ ആർക്ക് നൽകപ്പെട്ടത്? NIDM അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് നൽകപ്പെട്ടത് എന്നുള്ളത് കൂടി എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ഓക്കെ, ഒന്നുകൂടി വായിച്ചു നോക്കുക. അയച്ചോടോ. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ദുരന്ത നിവാരണ മേഖലയിലെ വിവിധ ദേശീയ, സംസ്ഥാന തലത്തിലുള്ള ഏജൻസികൾക്ക് ശേഷി വികസനത്തിനായിട്ട് പിന്തുണ നൽകുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റി പരാമർശിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 വകുപ്പാണ് ആർട്ടിക്കിൾ 42 എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റി ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 42 എന്നുള്ളത് ഓർത്തിരിക്കാം. ഇതിന്റെ ആപ്തവാക്യമാണ് റെസിലിയന്റ് ഇന്ത്യ, ഡിസാസ്റ്റർ ഫ്രീ ഇന്ത്യ എന്നുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആപ്തവാക്യമാണെന്ത്? റെസിലിയന്റ് ഇന്ത്യ, ഡിസാസ്റ്റർ ഫ്രീ ഇന്ത്യ എന്നുള്ളത് ഓർത്തിരിക്കണേ. എന്താണ് റെസിലിയന്റ് ഇന്ത്യ, ഡിസാസ്റ്റർ ഫ്രീ ഇന്ത്യ? റെസിലിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു പ്രതികൂല സാഹചര്യത്തെ നേരിടാനോ ഇവിടെ പിടിച്ചു നിൽക്കാനോ അതിൽ നിന്നും റിക്കവറായി അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനോ ഉള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അർത്ഥം മനസ്സിലാവുമല്ലോ. റെസിലിയന്റ് ഇന്ത്യ, ഡിസാസ്റ്റർ ഫ്രീ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ദുരന്ത സാഹചര്യത്തെ നേരിട്ട് അതിൽ നിന്നും കരകയറി വരാൻ കഴിവുള്ള, കെൽപ്പുള്ള ഇന്ത്യ അഥവാ ഡിസാസ്റ്റർ ഫ്രീ ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ആപ്തവാക്യം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി NIDM-ന്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയൊരു പാരഗ്രാഫ് പറഞ്ഞില്ലേ? അതിലുണ്ടായിരുന്നു ദുരന്ത നിവാരണത്തിൽ ഗവേഷണവും ഡോക്യുമെന്റേഷനും ഏറ്റെടുക്കുക, പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര മാനവ വിഭവശേഷി വികസന പദ്ധതി ആവിഷ്കരിക്കുക. ദുരന്ത നിവാരണത്തിന്റെ
എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര മാനവ വിഭവശേഷി വികസന പദ്ധതി ആവിഷ്കരിക്കുക, നടപ്പിലാക്കുക. ഇതെല്ലാം കൂടി കണ്ട് പേടിക്കണ്ട, ഇതെല്ലാം കൂടി കണ്ട് പേടിക്കണ്ട. നമ്മളിവിടെ പറഞ്ഞ സമയത്ത് കണ്ടോ, ഗവേഷണം, പരിശീലനം, ശേഷി വർദ്ധിപ്പിക്കൽ, ഗവേഷണം, പരിശീലനം കണ്ടോ, ഡോക്യുമെന്റേഷൻ, സമഗ്ര മാനവ വിഭവശേഷി വികസന പദ്ധതി ആവിഷ്കരിക്കുക, നടപ്പിലാക്കുക എന്ന് വെച്ചാൽ ദുരന്ത നിവാരണ മേഖലയിലെ മാനവ വിഭവശേഷി വികസനം, അതായത് ഹ്യൂമൻ റിസോഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഈ പറഞ്ഞ വിഷമഘട്ടങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ടുള്ള ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. ദേശീയ തലത്തിലുള്ള നയരൂപീകരണത്തിൽ സഹായം നൽകുക, നയപരമായ വക്താവ് ഇവിടെ പറഞ്ഞു. ദേശീയ തലത്തിലുള്ള നയരൂപീകരണത്തിൽ സഹായം നൽകുക. ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട പരിശീലന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുകയും സംസ്ഥാനതല പരിശീലന സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ പരിശീലനം ഏറ്റെടുക്കുകയും ചെയ്യുക. ജസ്റ്റ് നോക്കിപ്പോയാൽ മതിയെ, അതൊക്കെ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് വയസ്സാണെങ്കിൽ അവിടെ നിന്ന് കിട്ടും. ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട പരിശീലന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകുക. കാരണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ, അപ്പെക്സ് ബോഡിയാണല്ലേ, ഹയർ ലെവൽ ബോഡിയാണ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? പരിശീലന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകാം. സംസ്ഥാനതല പരിശീലന സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ പരിശീലനം ഏറ്റെടുക്കുകയും ചെയ്യാം. ഓക്കെ, ദുരന്ത നിവാരണത്തിനായിട്ട് അക്കാദമിക്, പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ വികസിപ്പിക്കുക. അപകട ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം എന്നിവയുമായി ബന്ധപ്പെട്ട് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള പങ്കാളികൾക്കിടയിൽ അവബോധം വളർത്തുക. ലോജിക്കാണ്, നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ കേട്ടു പോയാൽ മതി. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ദുരന്ത നിവാരണത്തിൽ ഗവേഷണവും ഡോക്യുമെന്റേഷനും ഏറ്റെടുക്കുക, പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, മാക്സിമം മനുഷ്യരെ സജ്ജരാക്കുക, മാനവ വിഭവശേഷി വികസന പദ്ധതി നടപ്പിലാക്കുക, ദേശീയ തലത്തിലുള്ള നയരൂപീകരണത്തിൽ സഹായിക്കുക. ദുരന്തങ്ങളെ നേരിടാൻ നയങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള നയരൂപീകരണത്തിന്റെ വക്താവായിട്ട് പ്രവർത്തിക്കുക. ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട പരിശീലന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകുക. അതുപോലെ തന്നെ സംസ്ഥാനതല പരിശീലന സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ പരിശീലനം ഏറ്റെടുക്കുക. പിന്നെയോ അക്കാദമിക്, പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ ദുരന്ത നിവാരണത്തിനായിട്ട് വികസിപ്പിക്കുക. അതുപോലെ തന്നെ അപകട ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള പങ്കാളികൾക്കിടയിൽ അവബോധം വളർത്തുക എന്നുള്ളത് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ദുരന്ത നിവാരണ നിയമവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതോറിറ്റിയൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ, നോക്കി വെച്ചോ. അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും പറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ച് നോക്കി പഠിക്കണേ. ക്ലിയർ ആണോ? ഓക്കെ കേട്ടോ, ശരി.